12:40. നെക്സ്റ്റ് എങ്ങനെ ആൾക്കാർ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ആരെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്കറിയാം അപ്പൊ നമ്മുടെ ഗെയിം അങ്ങനെ പോകുന്നത് മനസ്സിലായോ. അപ്പൊ ഇത് പൊളിക്കാൻ പറ്റിയ ഒരാളെ കയറ്റിവിടും. അതായത് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിനകത്തേക്ക് വിടാൻ വേണ്ടി ഒരാൾ ഔട്ടായി. സപ്പോസ് നമ്മൾ 3 പേരും ബാക്കിയാന്ന് വെച്ചു, നമ്മൾ അല്ലെങ്കിൽ 4 പേര് അല്ലെങ്കിൽ 3 പേരെന്ന് വെച്ചു, നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നവരെ കേട്ടിട്ടുള്ളൂ. സോ നമ്മൾ ഔട്ടാക്കില്ല. സോ ഇതിൽ ഫൈനലി അവരുടെ ഗെയിം പുറത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ ആക്ച്വലി ഗെയിം ഇരിക്കുന്നത്. നമുക്ക് അത് ഇവിടുന്ന് ഗെയിം ഇരിക്കുന്നത് അതുകൊണ്ടാണ് കയ്യിലാണ് ഗെയിം ഇരിക്കുന്നത്. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിപ്പോൾ പോയി ടൈം കഴിഞ്ഞിട്ട് അടുത്ത ഒരാൾ വന്നു. അവർ നേരത്തെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 പേരെ കയറി വരാം. അടുത്ത 3 പേര് ഒരു 3 പേര് പ്ലാൻഡ് ആയിരിക്കും. കയറിയിട്ട് അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇന്ന ആളെ കയറുന്നെങ്കിൽ നമുക്ക് 3 പേർക്കുണ്ട് ഇന്ന ആളെ പുറത്താക്കണം. അവരുടെ ഗെയിം അതുകൊണ്ടാണ് ഫസ്റ്റ് കേട്ടത്. അതൊന്നും ഉറപ്പൊന്നുമില്ല. ഉറപ്പില്ല. നമ്മൾ എത്ര പേര് ഇരിക്കുന്ന ആൾക്കാർ ആ ഒരാൾ കയറി വരുന്ന ആളെ തന്നെ കല്യാണം വെച്ചാൽ 4 പേര് അറ്റ്ലീസ്റ്റ് നമുക്ക് മെജോറിറ്റി 3 പേരാണ്. അങ്ങനെ ചെയ്യാം. 2 പേര് വന്നാലും നമ്മളിതാണ് ഒരാൾ വരുന്നു അവർ പറഞ്ഞു ഇന്നയാൾ അവർ പറഞ്ഞു ഓക്കെ ഗുഡ് ഐഡിയ. ഓക്കെ വൈകിട്ട് 3:15. ശ്രദ്ധിക്കുക, അടുത്ത ഘട്ടത്തിനുള്ള സമയം എത്തിയിരിക്കുകയാണ്. സൈറൻ കേൾക്കുമ്പോൾ പുറത്തു പോകാനുള്ള വ്യക്തിയെ പേടകത്തിലുള്ളവരും പേടകത്തിൽ കയറാനുള്ള വ്യക്തിയെ വീട്ടിലുള്ളവരും രണ്ടാമത്തെ സൈറന് മുൻപായി തിരഞ്ഞെടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് നോമിനേഷനുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്തുകൂടാ? ശാലി നോമിനേഷനില്ലല്ലോ, നമ്മളൊക്കെ നോമിനേഷനിലുണ്ട്. എന്തുകൊണ്ട് അവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൂടാ? ശാലിനി നോമിനേഷനില്ലേ? ഞാൻ നോമിനേഷനിലില്ല. നിങ്ങളൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് നോമിനേഷന് സേഫ് ആവാനുള്ളതാണ്. ഇത് അടുത്ത നോമിനേഷൻ മാത്രമേ ഇത് അടുത്ത ഘട്ടത്തിലേക്ക് സേഫ് ആവാനുള്ളതാണ്. നോമിനേഷൻ ഉള്ളവരാണ്. ഇനി ഇതിലാരാ നോമിനേഷൻ നമുക്ക് ഒരാൾക്ക് ഈ പ്രാവശ്യത്തെ തീരുമാനമുള്ളവര് ഡോക്ടർ ഈ പ്രാവശ്യത്തെ നോമിനേഷൻ ഒരാള് പുറത്ത് പോകേണ്ട ആളെന്ന് തോന്നുന്നു. ഞാൻ ധന്യശേഷി പറയാണ്. കാരണം ധന്യശേഷി നമ്മൾ ബാക്കി 4 പേരും നമ്മൾ ഇത് നോമിനേഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചേച്ചി ഇത്തവണ സേഫ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ധന്യശേഷിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഞാനും എനിക്ക് പറയാലോ. ഞാൻ അശ്വിനെ പറയാണ്. കാരണം എനിക്ക് തോന്നിയ അശ്വിൻ ഇത്ര നാൾ ഗെയിമിൽ അല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ഇതുവരെ ഗെയിമിൽ നിന്നിട്ടില്ല. സോ ഞാൻ അശ്വിനെ പറയാണ്. കാരണം അശ്വിൻ പലപ്പോഴും കിട്ടിയ ചാൻസുകൾ യൂസ് ചെയ്തിട്ടില്ല, ഒരിടത്തും സംസാരിച്ചിട്ടില്ല. ആരൊക്കെയുണ്ട്? കാരണം ആസ് യൂഷ്വൽ ചേച്ചി ഓൾറെഡി സേഫ് ആണ്. ചേച്ചി ഇനിയും ഒരു 1 വീക്ക് ഉണ്ട്. പക്ഷെ നമ്മള് 4 പേരും ഇതാണ് ഗെയിം. ഇറ്റ്സ് ഓക്കെ, ഐ ആം ലീവിംഗ്. ഓക്കെ. 9-ാം ദിവസം വൈകിട്ട് 4:05. വീക്കിലി ടാസ്ക് ഭാഗ്യപേടകം. 1-ാം ഘട്ടം ഭാരവാഹികൾ. പേടകത്തിൽ ആര് കയറണം എന്ന് തീരുമാനിക്കുന്നതിനായി പേടകത്തിലേക്കും അടുത്ത ഘട്ടത്തിൽ പേടകത്തിൽ കയറുക. ആക്ടിവിറ്റി ഏരിയയിൽ 2 പെഡസ്റ്റലുകളിലായി മുളവടിയും അവയുടെ അഗ്രഭാഗങ്ങളിൽ തൂക്കിയ നിലയിൽ ഭാരമടങ്ങിയ ബോക്സുകളും ഉണ്ടായിരിക്കും. സമീപത്തായി 2 ട്രേകളിൽ മണ്ണും ഒപ്പം 1 കിലോ 2 കിലോ കപ്പുകൾ ഓരോന്ന് 2 വീതവും ഒരു തുലാസും ഉണ്ടായിരിക്കും. ബസർ ശബ്ദം കേൾക്കുമ്പോൾ മത്സരിക്കുന്നവർ 2 പേരും പെഡസ്റ്റലുകളിൽ നിന്ന് മുളവടികൾ തോളിന് ഇരുവശത്തുമായി വരുന്ന രീതിയിൽ എടുത്തുകൊണ്ട് ചതുരാകൃതിയിൽ പ്രത്യേകം മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക. ഓരോ തവണ ബസർ ശബ്ദം കേൾക്കുമ്പോഴും 2 പേരുടെയും ബോക്സുകളിൽ തുല്യമായി ഭാരം വരും വീതം തുലാസിൽ അളന്ന് കൃത്യമായി നിറയ്ക്കുക.
അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം ഭാരവുമായി മുളവടികൾ താഴെ വയ്ക്കാതെ തോളത്ത് വെച്ച് നിന്ന് വിജയിക്കുക എന്നതാണ് ടാസ്ക്. അഖിലായിരിക്കും ഈ മത്സരത്തിന്റെ വിധികർത്താവ്. 2 സഹായിക്കാനായി റോൺസനും നവീനും കൂടെ പോകേണ്ടതാണ്. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഒരേ സമയമാണ് ഭാരങ്ങൾ ഇരുവശത്തും കൂട്ടേണ്ടത്. ഇതാണ് സഹായികളുടെ ജോലി. തോളിന് ഒരു വശത്ത് മാത്രമായി ഭാരങ്ങൾ തൂക്കിയ മുളവടികൾ പിടിച്ചു നിൽക്കാൻ പാടുള്ളതല്ല. Again, I am getting a chance. Oh, thank God. All the best. Thank you. Thank you.